നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം ഭരിക്കുന്നത് രാജ്യത്തിന്റെ മൂല്യങ്ങൾ തകർക്കുന്നവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതാധിഷ്ഠിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ കേന്ദ്രം ഭരിക്കുന്നവർ ശ്രമിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം അഭയാർത്ഥികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ നടക്കുന്നത് സംഘപരിവാർ മനസ്സോടെയെന്നും മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം പത്തനാപുരത്ത്. ആലപ്പുഴ മണ്ഡലം UDF സ്ഥാനാർത്ഥിക്കായി സഹകരണ ജീവനക്കാരുടെ കൺവെൻഷൻ. NDA സ്ഥാനാർത്ഥികൾ കുന്നത്തൂരിലും കരുനാഗപ്പള്ളിയിലും. നീണ്ടകരയിൽ കുടിവെള്ളക്ഷാമം. പൈപ്പ് വഴിയുള്ള കുടിവെള്ള വിതരണം നിലച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുമ്പോൾ പൊട്ടുന്ന പൈപ്പുകളുടെ തകരാർ പരിഹരിക്കുന്നില്ലെന്ന് പരാതി. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം ഭരിക്കുന്നത് രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ തകർക്കുന്നവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതാധിഷ്ഠിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനാണ് കേന്ദ്രം ഭരിക്കുന്നവർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF ആലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി AM ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കായംകുളത്ത് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൗരത്വ ഭേദഗതി നിയമത്തിൽ അഭയാർത്ഥികളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ നടക്കുന്നത് സംഘപരിവാർ മനസ്സോടെയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ സംരക്ഷിക്കാനായുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മതനിരപേക്ഷത അപകടത്തിലാണ്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ് നമ്മുടെ മുഖമുദ്ര. നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ തകർക്കുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. RSSന് മതനിരപേക്ഷതയോട് താല്പര്യമില്ല. അവർ മതാധിഷ്ഠിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുന്നു. അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇരകളുടെ ഭാഗത്തല്ല, അക്രമികളുടെ ഭാഗത്താണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത്. പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്ന നിലപാടാണ് പൗരത്വ ഭേദഗതിയിൽ കാണുന്നത്. അഭയാർത്ഥികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യമുയർന്നത് കേരളത്തിന്റെ ശബ്ദമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ കത്തിവെച്ചിരിക്കുകയാണ്. അതാണ് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി. ഇവിടെ രാജ്യത്ത് നമ്മുടെ അയൽപക്കത്തുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികളായി വരുന്നവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പൗരത്വം നൽകുക. അത് മിക്ക രാഷ്ട്രങ്ങളും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പൗരത്വത്തിന് അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഘട്ടത്തിലും മതം അടിസ്ഥാനമാക്കി വെക്കാറില്ല. രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. സംഘപരിവാർ മനസ്സോടെയാണ് ചില കോൺഗ്രസ് നേതാക്കൾ നടക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നു. ജുഡീഷ്യറിയെ കൈപ്പിടിയിലൊതുക്കാനും നീക്കം നടന്നു. ആദ്യം അറസ്റ്റ്, പിന്നെ ജയിൽ, പിന്നീട് അന്വേഷണം എന്നതാണ് കേന്ദ്രം സ്വീകരിക്കുന്ന നയം. കോൺഗ്രസും EDക്കൊപ്പം നിൽക്കുകയാണ്. നമ്മുടെ നാടിന്റെ ആവശ്യങ്ങളോട് UDF MPമാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മതത്തിന്റെ ഭാഗമാക്കി പൗരത്വം നിശ്ചയിക്കാറില്ല. അഭയാർത്ഥികളുടെ കാര്യത്തിൽ മതവിവേചനവും ഒരു രാഷ്ട്രവും നടത്താറില്ല. ഇതാണ് പൊതുവെ ലോകത്ത് കാണുന്ന കാഴ്ച. നമ്മൾ അതിൽ നിന്നാണ് മാറിയത്. നമ്മുടെ നിലപാട് പരിഷ്കൃത ലോകത്തിന് ചേർന്നതല്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് A. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ സജി ചെറിയാൻ, P. പ്രസാദ്, U. പ്രതിഭ MLA, CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, സ്ഥാനാർത്ഥി AM ആരിഫ്, R. നാസർ, അഡ്വക്കേറ്റ് KH ബാബുജാൻ, A. മഹേന്ദ്രൻ, G. ഹരിശങ്കർ, TK ദേവകുമാർ, P. ഗാനകുമാർ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, P. ഗിരിജ, P. ശശികല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ആശ്രാമം ചിൽഡ്രൻസ് പാർക്കിൽ ജില്ലാ കളക്ടർ N. ദേവദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തെരഞ്ഞെടുപ്പ് അവബോധത്തിലൂടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിലേക്ക് പരമാവധി പേരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ റാലി നടത്തിയത്. സമ്മതിദാന അവകാശം വിനിയോഗിച്ച് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഭാഗമാകുന്നതിന് ആഹ്വാനം ചെയ്യുന്ന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ആശ്രാമം ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് ആരംഭിച്ച് കളക്ട്രേറ്റിൽ സമാപിച്ച റാലിയിൽ BYCS ഇന്ത്യ ഫൗണ്ടേഷൻ, കൊയിലോൺ എൻഡ്യൂറൻസ് ക്ലബ്, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്, കൊല്ലം ബൈക്കേഴ്സ് ക്ലബ്, പുനലൂർ സൈക്കിൾ ക്ലബ്, ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ഭാഗമായി. നോഡൽ ഓഫീസർ V. സുദേശൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ K. അനിൽകുമാർ, ജില്ലാ സൈനിക ഓഫീസർ ഉഫൈദുദ്ദീൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ബിഗ് ക്യാൻവാസിലെ സന്ദേശവാക്യരചനയും വർണ്ണാധികാരിയായ ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ സെക്രട്ടറി ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആയാസരഹിതമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാൻ ഇന്ന് പ്രബുദ്ധരായിട്ടുള്ള സാധിക്കും. ഞാൻ വോട്ട് ചെയ്യും എന്ന സന്ദേശമെഴുതിയായിരുന്നു തുടക്കം. ജനാധിപത്യത്തിന് കരുത്തുപകരുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം കടമയായി ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. NDA മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ നടത്തി. BJP സംസ്ഥാന സമിതി അംഗം PR ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു. NDA കരുനാഗപ്പള്ളി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ BJP സംസ്ഥാന സമിതി അംഗം PR ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ലോകത്തിലെ ഏറ്റവും വളർച്ചയുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം അത് ഈ ഇന്ത്യയാണ്. അത് നമ്മുടെ ഭാരതമാണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധിക്കും. ലോകത്തിലെ എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അത് അംഗീകരിക്കുന്നു. 8% GDP വളർച്ച ലോകത്തിലെ ഒരു രാജ്യത്തിനും സാധിക്കാത്ത തരത്തിൽ 8% GDP വളരുന്ന ഒരു രാജ്യമായി ഇന്ത്യ. മറ്റു രാജ്യങ്ങളിലൊക്കെ എത്രയാണ്? 1%, 2% നെഗറ്റീവ് വളർച്ചയും. അതല്ലേ മറ്റു രാജ്യങ്ങളിലെ? എങ്ങനെ മറ്റ് സാമ്പത്തിക രാജ്യങ്ങളിൽ നിന്ന്, സാമ്പത്തികമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വികസിത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യത്ത് എന്ത് സാമ്പത്തിക നടപടികളാണ് ഉണ്ടായത്? നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച സാമ്പത്തിക വ്യവസ്ഥ, നരേന്ദ്രമോദി സർക്കാർ ഓരോ വർഷവും മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റിലെ ഓരോ പുതിയ കാര്യങ്ങളും ഇന്ന് ലോകം മുഴുവൻ പഠിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് KR രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, മാലുമേൽ സുരേഷ്, R കൃഷ്ണൻകുട്ടി, സതീഷ് തേവനത്ത്, മുരളി, ജയകുമാരി, ശാലിനി രാജീവ്, പ്രിയമാലിനി, S ശോഭനൻ, ഡോക്ടർ രാജൻ, മധുകുമാരി, രാജീവ് രാജധാനി, സന്തോഷ്, സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും കൺവെൻഷനിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിൽ സഹകരണ ജീവനക്കാരുടെ കൺവെൻഷൻ നടത്തി. ആലപ്പുഴ മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഗുരുപ്രസാദിന്റെ അധ്യക്ഷതയിലാണ് സഹകരണ ജീവനക്കാർ കരുനാഗപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാനാർത്ഥിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. സമയപരിമിതിയാണ് പ്രധാനം. പൈസ ഒപ്പിക്കണം, നമ്മുടെ സ്ഥാനാർത്ഥി പോകണം, ഇന്ത്യ വിട്ട് അതിനകത്തൊന്നും കാലുവാരുന്നമാരെ പിടിച്ചുകൊണ്ട് വരാൻ നമ്മുടെ ആൾ പോകണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം പ്രതിസന്ധിയാണ്. ഇതെല്ലാം രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഒരാൾ നമ്മുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് ആ ഒരു പോരായ്മ ഒരു മിടുക്കായി കണ്ട്, ഒരു ക്രെഡിറ്റായി കണ്ട് അത് ഗുണകരമാക്കി മാറ്റും. പര്യടനമൊക്കെ 1.5 ദിവസത്തേക്ക് ചുരുക്കിയിരിക്കുക. റോഡ് ഷോ പോലെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഒരു മണ്ഡലത്തിൽ 4 പ്രധാനപ്പെട്ട പോയിന്റുകളിലാണ് നമ്മൾ പര്യടനം. ആ 4 എണ്ണം എന്ന് പറയുമ്പോൾ ഒരു മൊത്തം കൂടി ഒരു 10-50 സ്വീകരണം മാത്രമേ കാണൂ. അപ്പൊ നമ്മുടെ ഈ സംഘടനയുടെ നേതൃത്വം, ഞങ്ങൾ സഹകരണ ജീവനക്കാരാണ്, ഞങ്ങളുടെ ഒരു അഭിവാദ്യം. നിങ്ങളെല്ലാം വൈകുന്നേരം വീട്ടിൽ പോകേണ്ട ആളുകളാണ്. 15-ാം തീയതിയാണ് സ്വീകരണം തുടങ്ങുന്നത്. സമയം നിങ്ങൾ തീരുമാനിച്ചു. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഈ സംഘടനയുടെ ഐഡന്റിറ്റി വിളിച്ചറിയിക്കുന്ന തരത്തിൽ മുഴുവൻ സഹകരണ ജീവനക്കാരും കൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിക്ക് ഒരാവേശം വരുന്ന തരത്തിൽ നിങ്ങളുടെ സംഘടനയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു സ്വീകരണം നടത്തും. KC രാജൻ, KG രവി, തൊടിയൂർ രാമചന്ദ്രൻ, R രാജശേഖരൻ, LK ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാവേലിക്കര മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ചു. പുലിക്കുളം വലിയതറക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കശുവണ്ടി ഫാക്ടറികൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തി. പുലിക്കുളം വലിയതറക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ആണ് ആനേടി ഏരിയയിലെ പ്രചരണം ആരംഭിച്ചത്. പട്ടികജാതി കോളനിയിലും ഷൂർനാട് വടക്ക് പഞ്ചായത്ത് ആനേടി, പുലിക്കുളം, തറയിൽ കോളനിയിലും പ്രചാരണം നടത്തി. ആനേടിയിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. പോരുവഴി പഞ്ചായത്തിലെ കശുവണ്ടി ഫാക്ടറിയിലും വോട്ട് തേടി. നമ്മുടെ നാടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. പെൻഷൻ പോലും കിട്ടുന്നില്ല. എത്ര മാസമായി? 7 മാസത്തെ പെൻഷൻ കൃഷി ചെയ്യാം, കാശില്ല. തൊഴിലാളികളെ വേണ്ടവർക്ക്, ഇത് തൊഴിലാളി വർഗ പാർട്ടിയോ സർക്കാരോ ഒന്നും അല്ല. ഒരാൾ 15 വർഷമായിട്ട് MP ആയിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലയോ, പടത്തിലൊരു അമ്മയുടെ കൂടെ പോയി നണ്ട് ചെല്ലുന്നത്. ഇപ്പോഴാണ് ഇലക്ഷൻ വന്നപ്പോൾ അണ്ട് ചെല്ലു തുടങ്ങി. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ പത്തനാപുരം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു. മേലില പഞ്ചായത്തിലെ ഐപ്പള്ളൂർ കുഴിച്ചടി ജംഗ്ഷനിൽ മുൻ MLA ജോസഫ് M പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു.
രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടന, മതേതരത്വം, ജനാധിപത്യം എന്നിവയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുകയെന്ന വലിയ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണമെന്നും ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞു. ജി രാധാമോഹൻ അധ്യക്ഷയായിരുന്നു. കാര്യത്താവളത്തിൽ പര്യടനം സമാപിച്ചു. കെ അനിൽ ബാബു, മാത്യു, ശശികുമാരൻ നായർ, CR നജീബ്, ജെ ഷാജഹാൻ, അഡ്വക്കേറ്റ് TM ബിജു, അഡ്വക്കേറ്റ് അലക്സ് മാത്യു, സുനിൽ മേലില, പള്ളിത്തോപ്പിൽ ഷിബു, M ഷെയ്ഖ് വരീദ്, മനോജ് ശേഖർ, റെജിമോൻ വർഗീസ്, ബേബി പടിഞ്ഞാറ്റിൻകര, KG അലക്സ്, അഡ്വക്കേറ്റ് മാത്യു ജോർജ്, കുളക്കട രാജു, അബ്ദുൾ റഹ്മാൻ, പുന്നല ഇബ്രാഹിംകുട്ടി, പുന്നല ഷാജഹാൻ, CK രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വന്നാൽ 2-3 സീറ്റുകൾ മാത്രമേ ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് BJPയെ തടയാൻ കഴിയുമോ? അതുകൊണ്ട് വർഗീയ ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഇവർ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം ജയിച്ചു വന്നാൽ മാത്രമേ രാഷ്ട്രപതി ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ജനാധിപത്യം പുലരണമെന്നും മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 10-25 കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10-30 വർഷക്കാലമായി നിങ്ങളുടെ ലോക്സഭാ അംഗമായി ഞാൻ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ്. എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ഒരു ലോക്സഭാ അംഗ നിലയിൽ എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നന്നായി അറിയാവുന്നവരാണ് നിങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നീണ്ടകരയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. പൈപ്പ് വഴിയുള്ള കുടിവെള്ള വിതരണം നിലച്ചതാണ് ജലക്ഷാമത്തിന് കാരണം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുമ്പോൾ പൊട്ടുന്ന പൈപ്പുകൾ നവീകരിക്കാത്തതാണ് കുടിവെള്ളം ലഭ്യമല്ലാത്തതിന് കാരണം. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട JCB ഉപയോഗിച്ച് മണ്ണെടുക്കുമ്പോൾ പൈപ്പ് പൊട്ടുന്നത് പതിവാണ്. ഭൂമിക്കടിയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പൊട്ടുന്നുണ്ട്. ഇങ്ങനെ പൈപ്പുകൾ തകരാറിലാകുമ്പോൾ കൊല്ലം ഭാഗത്തേക്കുള്ള പ്രധാന പൈപ്പ് ലൈൻ മാത്രമാണ് തകരാർ പരിഹരിച്ച് ഉപയോഗയോഗ്യമാക്കുന്നത്. പലപ്പോഴും ഉൾപ്രദേശങ്ങളിലേക്കുള്ള പൈപ്പുകളിലെ തകർച്ച പരിഹരിക്കാറില്ല. ഈ സാഹചര്യത്തിലാണ് നീണ്ടകരയുടെ വിവിധ പ്രദേശങ്ങളിൽ ജലം എത്താത്തത്. ശക്തമായ വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഇവിടെ പൈപ്പ് വഴി വെള്ളമെത്താത്തത് ജനജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കി. 66ന്റെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ടകര പഞ്ചായത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത്. എങ്കിൽ തന്നെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയേറെ സഹകരിച്ചാണ് നീണ്ടകര പഞ്ചായത്ത് ഇത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒട്ടേറെ തവണ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അശ്രദ്ധ മൂലം പൈപ്പുകൾ പൊട്ടിച്ചിടുന്ന ഒരു രീതി തുടരുകയാണ്. ഇതുമൂലം ഒരു കിണർ പോലും ഇല്ലാത്ത നീണ്ടകര പഞ്ചായത്തിൽ അപ്പോൾ ഈ വെള്ളം കിട്ടുന്നതിനാവശ്യമായ വേറൊരു മാർഗവുമില്ല. ശാസ്താംകോട്ട വെള്ളത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു മാസക്കാലമായി ഇപ്പോൾ കുടിവെള്ളം കൃത്യമായി കിട്ടാത്ത ഒരവസ്ഥ സംജാതമായി. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തകരാറിലാകുന്ന പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ഉൾപ്രദേശങ്ങളിലേക്ക് ജലമെത്തിക്കാൻ ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ടവരും തയ്യാറാകണം. ഇത്തരത്തിൽ തയ്യാറായില്ലെങ്കിൽ പ്രദേശം ഗുരുതരമായ കുടിവെള്ളക്ഷാമത്തെയാകും അഭിമുഖീകരിക്കേണ്ടി വരിക. ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർത്താനും ആലോചനയുണ്ട്. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചവറ. തനതായ കളിമൺ പാത്രങ്ങളുടെയും ശില്പങ്ങളുടെയും അപൂർവ ശേഖരവുമായി അനശ്വരം സ്വയം സഹായ സംഘത്തിൻ്റെ പ്രദർശനം. കൊല്ലത്താണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറം നിലമ്പൂരിലെ കളിമൺ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ട 50ഓളം കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് അനശ്വരം സ്വയം സഹായ സംഘം. ആശ്രമം 8 പോയിന്റ് ആർട്ട് കഫേയിൽ 9 വരെയാണ് പ്രദർശനം നടക്കുന്നത്. രാവിലെ 10 മുതൽ രാത്രി 9 മണിവരെയാണ് പ്രദർശന സമയം. മാലിന്യമോ രാസവസ്തുക്കളോ കലരാത്ത 150-ൽ പരം കളിമൺ പാത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത്. ഗ്യാസിലും മൈക്രോ ഓവനിലും ഉപയോഗിക്കാൻ കഴിയുന്ന ചട്ടികൾ, കൂജകൾ, ബോളുകൾ, ജഗ്, പാൻ, ഗ്ലാസ് തുടങ്ങിയ വിവിധ അടുക്കള ഉപകരണങ്ങളും, ഇൻഡോർ പ്ലാന്റ് ചട്ടികൾ, അലങ്കാര ഉൽപ്പന്നങ്ങൾ, മറ്റു പാത്രങ്ങൾ, ശില്പങ്ങൾ എന്നിവയും പ്രദർശനത്തിനുണ്ട്. പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കുക എന്നതിനൊപ്പം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. മൺപാത്ര ഗ്രാമമുണ്ട് അരുവാക്കോട് എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളും എല്ലാമാണ് നമ്മളിവിടെ കൊല്ലത്ത് പ്രദർശനത്തിന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് മൺപാത്ര നിർമ്മാണം തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ മണ്ണിൽ തന്നെ കുറേ കരകൗശല ഉൽപ്പന്നങ്ങൾ, മാജിക് പൂജ, അങ്ങനെ കുറേ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാജിക് പൂജ അടിയിൽ കൂടെ വെള്ളം ഒഴിക്കുക, പിന്നെ തിരിച്ചു വരത്തില്ല, വേറെ ഭാഗത്തു കൂടെ എടുക്കുക.
അതങ്ങനെ വെച്ചാലും വെള്ളം പോകത്തില്ല. മൺപാത്രം ഉപയോഗിക്കുന്നത് ഹെൽത്തിന് ഏറ്റവും വളരെ നല്ലതാണ്. കാരണം നമ്മൾ വേറെ ഒന്നും ഇതിൽ കൂടുന്നില്ല. കാരണം മണ്ണ് എടുക്കുന്നത് ഭൂമിക്കടിയിൽ നിന്നാണ്. പിന്നെ അതിൽ മണലും മാത്രമേ മിക്സ് ആവുന്നുള്ളൂ. പിന്നെ നമുക്കത് ചൂള വയ്ക്കുമ്പോൾ ചകിരിയും വിറകാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന 6 മാസത്തോളം സമയമെടുത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിവിധ ജില്ലകളിലായി പ്രദർശനം നടത്തുന്നുണ്ട്. കോവിഡിന് ശേഷം ഇതാദ്യമായാണ് ജില്ലയിൽ പ്രദർശനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സർവീസ് ആൻഡ് എക്സ് സർവീസ് അസോസിയേഷൻ കക്കാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് പ്രതിഭകളെ ആദരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചിറ്റക്കാട്ട് ഭദ്രകാളി ദേവി ക്ഷേത്രസന്നിധിയിലാണ് സർവീസ് ആൻഡ് എക്സ് സർവീസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തത്. ഇതോടനുബന്ധിച്ച് പ്രതിഭകളെ ആദരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് മനുഷ്യൻ ഒരുപാട് മാറിയിരിക്കുന്നു. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. സ്വന്തം കാര്യം സിദ്ധാവാം, ഞാൻ നന്നായാൽ മതി എന്നതിനപ്പുറത്തേക്ക് ചിന്തയില്ല. എല്ലാ മനുഷ്യനും ഒരുപോലെയായിരിക്കണം. അതാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ സംസ്കാരം, അതാണ് നമ്മുടെ സംസ്കൃതി. എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കണം. എല്ലാവരെയും സ്നേഹത്തോടെ കഴിയണം. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ, ചിന്തയില്ലാതെ എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണെന്ന ചിന്തയാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനും വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇവിടം എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. മനുഷ്യന്റെ മനസ്സിൽ ജാതി ഉണ്ടാകാൻ പാടില്ല, മതം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും മനുഷ്യനാണെന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ആ മനുഷ്യനാണെന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് നാട് മാറുന്നത്, നാട്ടുകാർ മാറുന്നത്. അവിടെ ഞാനുമില്ല, നീയുമില്ല, നമ്മൾ ഒന്നാണ്. വാമദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സർവീസ് ആൻഡ് എക്സ് സർവീസ് ലീഗ് എന്ന ഈ സംഘടന 2023 നവംബർ മാസം രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജന്മനാട്ടിനു വേണ്ടി ഇന്നും ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്നവരുടെയും സർവീസ് പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയവരുടെയുമായ ഒരു സംഘടനയാണ് ഇത്. ആദ്യം തന്നെ ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടായതെന്ന് പറയുന്നത്, ഞങ്ങളിൽപ്പെട്ടവരുടെ വീടുകളിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും സംഘടനകളിലും എല്ലാവരും പങ്കുചേർന്ന് അതിന് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതും, പിന്നീട് ഈ സംഘടന ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം എല്ലാവരിൽ നിന്ന് വരികയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. സുരേന്ദ്രൻ അനുസ്മരണം നടത്തി. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് മുഖ്യ അതിഥിയായിരുന്നു. ശാസ്താംകോട്ട DYSP T ജയകുമാർ അനുമോദനം നിർവഹിച്ചു. കാപ്പക്സ് ചെയർമാൻ M ശിവശങ്കരപിള്ള, പരിസ്ഥിതി പ്രവർത്തകൻ രാമാനുജൻ തമ്പി, RD പ്രകാശ്, ബൈജു ചെറുപൊയ്ക, രാമകൃഷ്ണപിള്ള, തരസൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. INL ഇഫ്താർ സംഗമം ഒരുക്കി. അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത്. പന്തളം ജുമാ മസ്ജിദ് ഇമാം ഹാഷിം മൗലവി ഉദ്ഘാടനം ചെയ്തു. INL അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഒരുക്കിയ ഇഫ്താർ സംഗമം പന്തളം ജുമാ മസ്ജിദ് ഇമാം ഹാഷിം മൗലവി ഉദ്ഘാടനം ചെയ്തു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അൽ ഖൽഖു അയ്യാനുല്ലാഹ്, എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ ദൈവത്തിന്റെ കുടുംബങ്ങളാണ്. ഏറ്റവും നല്ല സൃഷ്ടി ആരാണ്? മൻ അഹ്സന ഇലാ അയ്യാനിഹി, ദൈവത്തിന്റെ കുടുംബത്തോട്, അല്ലാഹുവിന്റെ കൂട്ടുകുടുംബമാകുന്ന സൃഷ്ടികളോട് ഏറ്റവും ഉപകാരത്തോടുകൂടി പെരുമാറുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് അടൂർ കടമ്പനാട് ഭദ്രാസന കോർ എപ്പിസ്കോപ്പ ഫാദർ തോമസ് മുട്ടുവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബം 2-3-4 വീടിനപ്പുറമുണ്ട്. എനിക്ക് കിട്ടിയ ആ ധാന്യം അതിൽ നിന്നും ഞാൻ നേർപകുതി എടുത്ത് ആ വീട്ടിൽ കൊണ്ടുകൊടുക്കുക. ഇത് ചെയ്തത് ഒരു മുസ്ലിം വീട്ടമ്മയാണ്. ഈ മുസ്ലിം വീട്ടമ്മ കൊണ്ടുകൊടുത്തത് അടുത്ത മുസ്ലിം വീട്ടിലെ വീട്ടമ്മയ്ക്കല്ല, പിന്നെയോ ഒരു ഹിന്ദു, ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് കൊണ്ടുകൊടുത്തത്. INL അടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജൻ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസീധരൻ പിള്ള, അബ്ദുൽ ഷുക്കൂർ, അടൂർ പ്രദീപ് കുമാർ, വിജയകുമാർ, സാബു ഖാൻ, AR ചന്ദ്രകുമാർ, ബിനു, സജു മിഖായേൽ, സുധീർ ഇലന്തൂർ, ബാബിസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ. ശാസ്താംകോട്ട സെന്റ് തോമസ് ദേവാലയത്തിൽ പാതുകാവൽ തിരുനാൾ നടന്നു. തോമസ് ലീഹായുടെ പാതുകാവൽ തിരുനാളിന്റെ ഭാഗമായി തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു. തുടർന്ന് ആഘോഷമായ തിരുനാൾ വേസ്പര നടന്നു.
ശാസ്താംകോട്ട സെന്റ് തോമസ് ദേവാലയത്തിലാണ് പാതുകാവൽ തിരുനാൾ നടന്നത്. ഇതിന്റെ ഭാഗമായി ദിവ്യബലി നടന്നു. തുടർന്ന് തോമസ് ശ്ലീഹായുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു. ഇടവക വികാരി ഫാദർ ജോ ആന്റണി അലക്സ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ജപമാല, ലിറ്റിനി, ആഘോഷമായ തിരുനാൾ വെസ്പര എന്നിവ നടന്നു. തിരുനാൾ വെസ്പരയ്ക്ക് പാവുമ്പ ഇടവക വികാരി ഫാദർ ജോസഫ് എസ് കടവിൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിബിൻ ദാസ് വചനപ്രഘോഷം നടത്തി. തുടർന്ന് പ്രദക്ഷിണം നടന്നു. ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് ശാസ്താംകോട്ട ജംഗ്ഷൻ പൈപ്പ് റോഡ് വഴി തിരികെ ദേവാലയത്തിൽ പ്രദക്ഷിണം സമാപിച്ചു. തുടർന്ന് തിരുശേഷിപ്പ് വണക്കവും നടന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തേവലക്കര അരിനല്ലൂർ അരീക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. മേൽശാന്തി സൂരജ് നാരായണൻ ഫണ്ടാര അടുപ്പിൻ അഗ്നി പകർന്നു. അരിനല്ലൂർ അരീക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് നാലാം ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടന്നത്. നിരവധി ഭക്തരാണ് പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുത്തത്. മേൽശാന്തി മണപ്പള്ളി ശൈലേശ്വരമഠം സൂരജ് നാരായണൻ പൊങ്കാലയെടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഏപ്രിൽ 13 ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തേവലക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ഭരിക്കുന്നത് രാജ്യത്തിന്റെ മൂല്യങ്ങൾ തകർക്കുന്നവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതാധിഷ്ഠിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ കേന്ദ്രം ഭരിക്കുന്നവർ ശ്രമിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം അഭയാർത്ഥികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ നടക്കുന്നത് സംഘപരിവാർ മനസ്സോടെയെന്നും മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം പത്തനാപുരത്ത്. ആലപ്പുഴ മണ്ഡലം UDF സ്ഥാനാർത്ഥിക്കായി സഹകരണ ജീവനക്കാരുടെ കൺവെൻഷൻ. NDA സ്ഥാനാർത്ഥികൾ കുന്നത്തൂരിലും കരുനാഗപ്പള്ളിയിലും. നീണ്ടകരയിൽ കുടിവെള്ളക്ഷാമം. പൈപ്പ് വഴിയുള്ള കുടിവെള്ള വിതരണം നിലച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുമ്പോൾ പൊട്ടുന്ന പൈപ്പുകളുടെ തകരാർ പരിഹരിക്കുന്നില്ലെന്ന് പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.